ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. 2, 3, 4, 5, 6 ദിവസമായിട്ട് മഴയത്താണല്ലോ നമുക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു ക്രേവിങ്സ് കൂടുന്നത്. ഇന്ന് നമുക്കൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഐറ്റം എന്താണെന്ന് അറിയുമോ? ലോഡഡ് ഫ്രൈസ് എന്ന് വെച്ചാൽ ഈ ചിക്കനൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മണ്ടേ കുറേ സംഭവമൊക്കെ ഒഴിച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇട്ടിട്ടൊരു ഒരു സംഭവം. കൊണാക്രി എന്ന് പറയാൻ പറ്റത്തില്ല. ബൂഫു അല്ല, ഫൂഫു. ഫൂഫു ചിലപ്പോ ഞാൻ ഉണ്ടാക്കുന്നോണ്ട് ചിലപ്പോ എനിക്ക് അറിയത്തില്ല. ഇതൊരു ട്രൈയാ. ഒരു കൊണാക്രി ഐറ്റം. കൊണാക്രി എന്ന് പറയുമ്പോൾ കൊണാക്രി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിക്കുന്ന സാധനങ്ങളെയാണ് കൊണാക്രി എന്ന് പറയുന്നത്. ഇത് കോപ്പിറൈറ്റ് ഉള്ളത് ആൾക്കാർ കണ്ടുപിടിച്ചത്. ഞാൻ ഉണ്ടാക്കുന്ന അങ്ങനെ വേണമായിരിക്കും. ശരി, എന്നാ അങ്ങനെയാ. ഇത് അറിയാലോ, ഇത് ഒരു ട്രൈ ആണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുക. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുമില്ല. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആവുകയാണെങ്കിൽ ഓക്കെ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കാര്യമായിട്ട് പറയല്ലോ, ഇപ്പൊ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഞാൻ ഇന്നലെ നമ്മളൊരു മീൻ ഉണ്ടാക്കി, ഫിഷ് നിർവാണ ഞാൻ ഉണ്ടാക്കിയതാ. സൂപ്പർ സാധനമായിരുന്നു. അത് ഷോർട്സ് ഉടനെ വരും. വേറെ കാര്യമുണ്ട്, നമ്മള് ഭയങ്കര അച്ചടക്കവും മര്യാദ കൊണ്ടൊക്കെ ചെയ്യുന്ന സാധനമുണ്ടല്ലേ, അതിനെക്കാട്ടിയും വൃത്തിയായി എങ്ങനെയെങ്കിലും ചെയ്താൽ അത് വൃത്തിയായിരിക്കും. ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്ന, അതുകൊണ്ട് ഇത് സൂപ്പർ ആയിരിക്കും. അപ്പൊ ഗൈസ്, എന്തായാലും നമുക്ക് സമയം കളയണ്ട, നമുക്ക് ഉണ്ടാക്കാം. ഇത് കുറച്ച് ലോങ് പ്രോസസ്സാണ്, കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. നമ്മളൊരു 2.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ചെസ്റ്റ് പീസാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ മറ്റേ ലെഗ് ഒന്നും എടുക്കത്തില്ല, ഇറച്ചി മാത്രമേ എടുക്കത്തുള്ളൂ. ബോൺലെസ് ചിക്കൻ. എക്സ്ക്യൂസ് മീ, പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്. ഓക്കെ. ആ തടി എടുത്തിട്ട് വരൂ. കട്ട് ചെയ്യട്ടെ ചിക്കൻ. ഞാൻ നാരങ്ങ ഒടിക്കാൻ മറന്നു കേട്ടോ. അച്ഛൻ നാരങ്ങ ഒടിക്കാൻ പോയിട്ടുണ്ട്. അത് ഞാൻ കടയിൽ പോയി എന്തെങ്കിലുമൊക്കെ ഞാൻ ഇപ്പം മറക്കും. അത് നമുക്ക് ചിക്കൻ എല്ല് മാറ്റി കട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു ബഹുമാനം കാണിക്കാം വഴിയോട്. അപ്പിത്തുള്ളനെ വേണോ ചിക്കൻ? ആട്ടൊക്കെ കണ്ടില്ലേ? ഒത്തിരി വലുതാവാനും പാടില്ല, ഒത്തിരി ചെറുതാവാനും പാടില്ല. ഈ തലേ കെട്ടിയേക്കുന്ന ആ തോർത്തിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന് വല്ല ഓർമ്മ. ഈ തോർത്തിനുണ്ടല്ലോ ഏതാണ്ട് 4-5 വർഷത്തെ പഴക്കം വരും. ചാനലിലെ ബ്ലോഗ് ഇട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു തോർത്ത്. ഇതൊക്കെ നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടി വരുന്നതാ. അതാണ് നമ്മളൊരു അതുപോലെ വേണ്ട ഈ അണ്ടി ട്രൗസർ, ഇതെല്ലാം നമ്മുടെ പാരമ്പര്യ അപ്പൂപ്പന്മാരായിട്ട് നമുക്ക് ഇങ്ങനെ കൈമാറി വരുന്നതാ. ഇത് അച്ചാച്ചന്റെ അല്ല, ഇതൊക്കെ അച്ചാച്ചൻ പോയപ്പോഴത്തേനും എനിക്ക് തന്നിട്ടു. അച്ചാച്ചൻ വേറൊന്നായിരുന്നു. അച്ചാച്ചനൊക്കെ പാളയങ്കരനായിരുന്നു. പാളയങ്കര. നമുക്ക് കാര്യ പരിപാടിയിലേക്ക് അങ്ങോട്ട് കടന്നാലോ? പൊക്കട്ടെ. പിന്നെ ചിക്കൻ ഓക്കെ. നമുക്ക് ഇനി മാരിനേറ്റ് ചെയ്തെടുക്കാം. എൻ്റെ ചിക്കൻ നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു രീതിക്ക് അരിഞ്ഞെടുക്കുക. എൻ്റെ റെസിപ്പി അതുപോലെ ഫോളോ ചെയ്തോ, സൂപ്പർ ആയിരിക്കും. ഓക്കെ. ആദ്യം നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. ആദ്യം കുറച്ച് മുളക് പൊടി കേട്ടോ. എന്നിട്ട് ഇത്ര 1 ടീസ്പൂൺ, 1 ടീസ്പൂണോ 1.5 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, കറുത്ത കുരുമുളക്. വെളുത്ത കുരുമുളക്. ഇനി എന്താണ്? ഒറിഗാനോ. ഒത്തിരി അങ്ങ് ആവില്ല കേട്ടോ. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതൊക്കെ പാക്കറ്റാണ് കേട്ടോ. ഇനി ഇതിനായിട്ട് കുറച്ച് അരയ്ക്കാൻ വയ്യാത്തുണ്ട്. ഈ മസാല സത്യത്തിലെ ഓവറായ പെട്ടെന്ന് കരിഞ്ഞും പോവും. ഒരു മസാലേൻ്റെ ഒരു നല്ല ഫ്ലേവറും കിട്ടത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് മസാല അച്ഛൻ ഇതൊക്കെ കണ്ടുപിടിക്കണം. ഉപ്പ് ആവശ്യത്തിന് കുറച്ച് വിട്ടോളൂ. ടേസ്റ്റ് ഉണ്ടോ? ഉപ്പിന് ടേസ്റ്റ് ഉണ്ടോ? സത്യം ഈ ഉപ്പൊക്കെ കണ്ടുപിടിക്കുന്നത് എന്തൊരു വലിയ കണ്ടുപിടുത്തോ വലിയ ഉപ്പൊക്കെ. ഒന്നുമില്ലെന്നാ അന്ന് അച്ഛൻ ഒന്ന് കണ്ടുപിടിച്ചാണ് ഉപ്പ്. എന്തിനാ കണ്ടുപിടിക്കാൻ പാട്? എങ്ങനെ ഒന്ന് ഉണ്ടാക്കി ഉപ്പ്? ഉപ്പ് കടലിലെ വെള്ളം. എന്തിനാ ഇത് കടലിലെ വെള്ളം പോയി? എന്നാ 1 ലിറ്റർ കടലിലെ വെള്ളം. അത് കടലിലെ വെള്ളം ബാഷ്പീകരിക്കുന്നതാണ് ഉപ്പുണ്ടാവുന്നത്. എല്ലാവരും അല്ല, ഇതൊക്കെ ഉപ്പൊന്നും കണ്ടുപിടിച്ചില്ലായിരുന്നു നമ്മൾ എന്ത് ചെയ്തേനാ? ടേസ്റ്റ് ഇല്ലായിരുന്നു. കറിക്കൊന്നും ഒരു രുചി കിട്ടത്തില്ലല്ലേ? ഇതെങ്ങനെയോ എനിക്ക് തോന്നുന്നു ഈ കടലിലൊക്കെ പോയി അടുത്തങ്ങണ്ട പാചകം ചെയ്ത് ആ വെള്ളം എടുത്തോണ്ട് വന്ന് മീറ്റിനകത്തങ്ങണ്ട മുക്കി, അങ്ങനെ ടേസ്റ്റ് തോന്നി. അങ്ങനെ കണ്ടുപിടിച്ചായിരിക്കും. എന്നാലും ഉപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം ഇത്ര കുക്കിങ്ങിന് ഇത്രയും വലിയ ആദമാവുകയായിരിക്കും. ആദ്യം ജനിച്ചവര് അവര് ഈ ആദൗദയം ഇവിടെ ജനിച്ച മതി. ഈ കൊളാക്കറി ഉണ്ടാക്കുന്നീ നമ്മൾ എവിടുന്ന് ഉപ്പി നമ്മൾ ആദൗദയില് പോയി. അത് എന്റെ ഒരു ഫോൾട്ടാ. എന്താ അറിയാമോ? അവിടെ ചെന്ന് കയറിയത്. അതെ, നമുക്കിത് ഉണ്ടാക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ. ഇത്
ചെക്കിലാട്ടിയ സുത്തമാണ് വെളിച്ചെണ്ണ. പശു നെയ്യേ കുറച്ച് വെളിച്ചെണ്ണ. ഇത്ര മതി കേട്ടോ. ഒരു നാരങ്ങ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് പീച്ച. അരല്ല ബട്ട് കുരു അത് മാറ്റാം. നമ്മൾ 2 കൈ ഞെക്കി പിഴിയ. കുറച്ച് കോൺഫ്ലവറേ, ഇത് കുറച്ച് മതി. ശരി, കോൺഫ്ലവർ. അത് കുക്ക് ചെയ്യുന്ന അതിന്റെ ലെവൽ കൂടുന്നതനുസരിച്ച് മുണ്ടിന്റെ ഗ്യാപ്പും കൂടും. ഹാപ്പി താഴെ ഇരിക്കുന്ന കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൈയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നല്ല മനോഹരമായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് വെരിവെല്ലാണേ. മിക്സ് വെൽ. കുറച്ചും കൂടെ മുളക് പൊടി ഇടും അസിസ്റ്റന്റ്. മുളക് പൊടി ഞാൻ പറയണമെന്ന് വെച്ചതായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. ഞങ്ങൾ ഫുള്ള് വീട്ടിൽ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഞങ്ങളിപ്പോൾ അങ്ങനെ ഇല്ലേ ചാ? That's it, okay? Okay. Continue. You continue. Your best. കുറച്ചേ സംസാരിക്കുള്ളൂങ്കിലും നമ്മൾ ഇംഗ്ലീഷിലാണ് ഇപ്പോൾ ഫുള്ള് വീട്ടിൽ സംസാരിക്കണം. Red chili? Okay. You continue. ഓക്കെ, നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്യാം. 30 minutes. 30 minutes sleeping. 30 minutes sleeping chicken. Cut chicken sleeping. Okay. Put in fridge. Okay. You put in sleeping. Oh, come. He also coming. Come. ഓക്കെ ഗൈസ്, ഇനി അടുത്ത പരിപാടി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കുക. മെയിൻ ഐറ്റം ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും അതിന്റെ. അപ്പം ഇതൊന്ന് ഉരുളക്കിഴങ്ങാട്ട് ചെത്താൻ പോവാ. ഈ മെയിനായിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോഴത്തേനും കുറച്ച് വലുതെടുത്താൽ നല്ലതായിരിക്കും. നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം. അതിങ്ങനെ പീലു തെരി പീലി പീലി പീലോങ്കി പീലി. അച്ഛന് ഹിന്ദി പാട്ടല്ല അറിയാലേ നല്ല കണക്ക്. പിന്നെ ഭയങ്കര പാട്ടല്ലേ. ഒരു പാട്ട് പാടും ഹിന്ദിയെ. പഴയ മോഹൻലാലിന്റെ ഒരു ഹിന്ദി പാട്ട് പാടച്ചാ. മോഹൻലാലിന്റെ ഹിന്ദി പാട്ട് നന്നായി. നമ്മുടെ ട്രൗസറാണ് നമ്മുടെ മെയിൻ. ഉരുളം കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേണ്ട ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ. എനിക്ക് അറിയത്തില്ലായിരുന്നു, പിന്നെ അച്ഛ അരിഞ്ഞാണ്. താങ്ക് യു. ഇനി നമുക്കിത് തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്തിനാ തണുത്ത വെള്ളത്തിൽ ഇടുന്നതെന്ന് അറിയാവോ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വീഡിയോ കണ്ടതാ. അറിയത്തില്ല, ഇടണം അതിനകത്ത്. ഇത് റൂളാ. ചിലപ്പോൾ ഇതിൻ്റെ ഈ മറ്റേ വഴുവഴുപ്പ് പോകാനായിരിക്കുമല്ലേ. ഇനി നമുക്ക് കുറച്ച് ചൂട് വെള്ളത്തിനകത്ത് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ. ഇപ്പം ആ കൊഴുവഴുപ്പൊന്ന് പോയച്ചാ അതിൻ്റെ തിളച്ച വെള്ളത്തിലോട്ട് ഇടാം. ഇത് ഒത്തിരി കുക്കായിട്ടൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് ബോയിലായി വന്നാൽ മതി. കുറച്ച് നേരം ഒന്ന് വെച്ചാൽ ഒരു 5-6 മിനിറ്റ്. എന്താണ് എൻ്റെ അഭിപ്രായം? പിന്നെ എന്നാ തിന്നാൻ വരണ്ടേ ഇനി. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഞാൻ പ്രൊഫഷണൽ തന്നെ. ഞാൻ 5 സ്റ്റാറിൽ പോകാൻ പോയാ. ഇതൊക്കെ 5 സ്റ്റാർ ആയിട്ടോ. ഞാൻ 5 സ്റ്റാർ ആയി. ഷെഫ് കൊച്ചു പിള്ളൈ. ഇനി നമുക്ക് ഈ തോർത്തിനകത്ത് നിന്ന് ഉപ്പിയെടുക്കാം. കാരണം കൊച്ചിന് പനി വരുമല്ലെങ്കിൽ. വെള്ളമൊക്കെ ഒന്ന് ഉപ്പിയെടുക്കാനാണ് കേട്ടോ. ബാബു ഫ്രഞ്ച് ഫ്രൈസ് ബാബു. ഇത് പുതിയ ഓർത്താണ് കേട്ടോ. പുതിയ ഓർത്ത ന്യൂ. നമുക്ക് ഹോട്ടൽ തുടങ്ങാം ചാ. ഞാൻ വിജയിപ്പിക്കും. ഷെഫ് വേറെ ആരും വേണ്ട, ഞാൻ. ഇനി ഇതിനകത്തോട്ട് ഇടാം. അല്ല, ഇപ്പം വെള്ളമില്ല അതിനകത്ത്. കുറച്ച് ഉപ്പ് കേട്ടോ, കുറച്ച് കോൺഫ്ലവർ. ഈ സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അടുത്തത് പൊരിപ്പിലേക്കാണ് നമ്മൾ. എണ്ണ ചൂടാക്കും. ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു. എൻ്റെ ഈ ക്യാമറയാ, എനിക്കൊരു ജോലിയില്ല. തിന്നാനും തരത്തില്ല, അതുകൊണ്ട് അതെങ്ങനെയുണ്ട് തിന്നാൻ? എന്തായാലും എനിക്ക് തരാതെ നിങ്ങൾ തിന്നൂല. ആര് പറഞ്ഞു? ഞാൻ തിന്നും. ചാട്ടി കയ്യൊന്ന് കാണിച്ചാ. എണ്ണ ചൂടായ കബഡി കളിക്കുന്നുണ്ടോ? കബഡി. പണ്ട് ഞാൻ കബഡി കളിക്ക് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു. 1993. അന്ന് ഞാൻ ജനിച്ചില്ലല്ലേ. അന്നാലും ഞാൻ സ്റ്റേറ്റിലെ ചാമ്പ്യൻ ആയിരുന്നു. അതാണ് ഫുട്ബോൾ കളിക്കാൻ പോയത് നമുക്കറിയാം. എന്തൊരു ഞാൻ കളിക്കുമായിരുന്നു. അവിടെ പോയി ചോദിച്ചു നോക്ക്.
ലാസ്റ്റ് അവിടുത്തെ അണ്ണന്മാർ എന്തിനാ പറഞ്ഞറിയോ? പറയട്ടെ അത് പറ. അല്ല വേണ്ട, നിങ്ങൾ പേടിക്കും. എന്ത് പറഞ്ഞേ? അതെന്താ? അത് ഞാൻ ഗോളടിച്ച് അവിടുത്തെ ഗോൾ പോസ്റ്റ് പോയി. എന്നും ഗോൾ പോസ്റ്റ് മാറുമായിരുന്നു. നമുക്കിത് പൊരിച്ചെടുക്കാവേ. സത്യത്തിൽ ഞാൻ പണ്ട് എനിക്ക് അത്ലറ്റ് പരമായിട്ട് എനിക്ക് ഭയങ്കര ടാലൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഓടുമായിരുന്നു നന്നായിട്ട്, പെൺപിള്ളേർ പുറകെ, പിന്നെ പട്ടി ഒട്ടിക്കുമ്പോൾ അങ്ങനെയൊക്കെ. അത്ലറ്റിക്കിന് ഞാൻ ഭയങ്കര ഗപ്പൊന്നും കിട്ടിയില്ല സത്യം ഗൈസ്. ഞാൻ ഇത്രയും നാളായിട്ടുണ്ടല്ലോ ഞാൻ പഠിക്കാൻ പോയിട്ട് എനിക്കൊരു കപ്പ് പോലും ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ആകെ കിട്ടിയിട്ടുള്ളത് ആ പണ്ട് 4ാം ക്ലാസ്സിൽ വെച്ചൊരു കിണ്ണി കിട്ടിയായിരുന്നു. മറ്റേ ഇതിന് പോയപ്പോൾ നാടൻ പാട്ടിന് പോയപ്പോൾ കറിയൊക്കെ കോരുന്ന കിണ്ണി കിട്ടി. ഇതല്ലാതെ എനിക്ക് സ്കൂളിൽ എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ടീച്ചറിന്റെ അടുത്ത് പറയാം. സത്യം എനിക്കൊന്നും തന്നിട്ടുമില്ല. പിന്നെ ഞാൻ എന്തിനു സർട്ടിഫിക്കറ്റ് കിട്ടിയായിരുന്നു, അതുകൊണ്ട് കളയുകയും ചെയ്തത്. ഏതിന്റെ? ഏതിന്റെ? സ്കൗട്ടാ. ഞാൻ സ്കൗട്ടിനുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, അതിനകത്തൊരു പാട്ട് എനിക്കറിയായിരുന്നു. ഇപ്പോഴും ഞാൻ പാടാൻ ട്രൈ ചെയ്യട്ടെ. ഏതായിരുന്നു അത്? ധൃതൽ കമൽ പ്രതിജ്ഞ പോങ്കി യാद दिलाता और चक्र प्रतिबल आगे कदम बढ़ेगा चंडा ऊर्जा सदा रहेगा ധൃതൽ കമൽ പ്രതിജ്ഞ പോങ്കി യാद दिलाता യാ അല്ലാ. അത് വേറെ പാട്ടല്ലേ? അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയായിരുന്നത്. അച്ഛൻ ഇതുവല്ല അറിയായിരുന്നു. അച്ഛൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ NCC സ്കൗട്ടിന് ഗൈഡിനൊക്കെ ഉണ്ടായിരുന്നു പണ്ടച്ഛൻ. അച്ഛൻ പഠിക്കുന്ന സമയത്തൊന്നുമില്ലായിരുന്നു. അച്ഛൻ്റെ പിന്നെ മെയിൻ വിനോദം എന്തിനായിരുന്നു? ക്രിക്കറ്റ് കളി. ക്രിക്കറ്റ് കളിക്കുമായിരുന്നു സ്കൂളിൽ. ക്രിക്കറ്റ് കളി, കോരിയും പന്ത്, പിന്നെ മറ്റേ ഡാഡി മമ്മി കളി അതൊന്നുമില്ല. എന്നിട്ട് മുതുകളൊക്കെ മറ്റേ ഓടിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ക്ലാസ്സിലൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് പിന്നെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഈ മുഴയായിരുന്നു മുതുകത്ത് സെവൻസ് കളിച്ചിട്ട്. എന്റെ പൊന്നേ തള്ളി. ഇന്ന് രാവിലെ എന്തൊരു പുട്ടാണോ നല്ലല്ലേ? ഇത് മറ്റേ കരിമണി മലയല്ലേ ചേച്ചാ? ഇത് മറന്നു പോകണം കേട്ടോ. ഇല്ല ഇത് കുറച്ചും കൂടെ ബ്രൗണിഷ് കളർ ആവണം. പിന്നെ ഞാൻ എല്ലാത്തിനും കുറച്ചാൾ പോയിരുന്നു. ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകുമായിരുന്നല്ലോ. ഞാൻ ഇടുമല്ലോ ബാസ്കറ്റ് ബോൾ. ടാലന്റ് ഉണ്ട് എനിക്ക്, കഴിവേറിയ. കൊള്ളാടേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു കാര്യത്തിൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പെർഫെക്റ്റ് ആക്കി. ഈ കമ്മിറ്റി ഉത്സവ കമ്മിറ്റിയിൽ ഞാൻ ഉത്സവ കമ്മിറ്റിയിൽ അംഗമായിട്ടോ ഇപ്രാവശ്യം. ഇന്നലെ കൊച്ചു ഓടിപ്പോ ഒപ്പൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അച്ഛനെ കൊണ്ട് തന്നെ ഒപ്പിടിച്ചത്. എന്നിട്ട് അച്ഛൻ പറയാ ഇവ പ്രസിഡന്റ് ആവോ? ഞാൻ ആയിരുന്നില്ല, ഞാൻ വേണ ഒരു അംഗമായിരിക്കും. അതൊക്കെ ആയാ 24 മണിക്കൂർ കൂടെ അയക്കണം. എന്നെ വെച്ചൊക്കെ പണിയാൻ നോക്കിയതല്ലേ പേട്ട കമ്മിറ്റി ഇല്ലേ? ഇപ്രാവശ്യം നമ്മുടെ വേലമുക്ക് പേട്ട കമ്മിറ്റി നമുക്ക് വിജയകരമാക്കണം അല്ലേ? അതെ, ഇപ്രാവശ്യത്തെ ഉത്സവം നമ്മള് പൊടി പൊടിക്കും, സൂപ്പർ ആയിരിക്കും. നമ്മള് സ്വന്തമായിട്ട് അരിഞ്ഞതല്ലേ, കൈ കൊണ്ട് അരിഞ്ഞു. പിന്നെ ആരെങ്കിലും കാലുകൊണ്ടും തലകൊണ്ടും ഒക്കെ അരിയോ? എന്നാ കടിച്ചരി. ഞാൻ ഈ ഭാഗത്തേ ഇല്ല. എന്തിന് ഇവരെ കെട്ടി കല്യാണം കഴിച്ചു? മതി. ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി എടുക്കാം. എണ്ണ നല്ല കണക്ക് ഇങ്ങനെ അടിച്ചെടുക്ക്, അത് പോണം. ഫ്രഞ്ച് ഫ്രൈസ്. ഓക്കെ, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. നോക്കൂ, ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ. നമ്മൾ ഒത്തിരി സമയം എടുത്തില്ലേ, ലോട്ട് ഓഫ് ടൈം എടുത്തു കേട്ടോ. കുറച്ച് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കൂ. വെളിച്ചെണ്ണ നമ്മൾ ചെറിയ പീസാക്കിയോണ്ടേ ഇത് കുക്കാവും. ഒത്തിരി ടൈമും ഉണ്ട്, പെട്ടെന്ന് കുക്കാവും. പാചകം എന്ന് പറയുന്ന ഒരു കലയാണ്, നമ്മളതുണ്ടാക്കുന്ന കലാകാരന്. കണ്ടില്ലേ? ചിക്കൻ തണ്ട് ഈ ഒരു കളറിലായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരുന്നാൽ മതി, ഒത്തിരി ഇങ്ങനെ കരിക്കണ്ട. ഓക്കെ, ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു സംഭവം സെറ്റ് ചെയ്യാം. ഇനി വേറൊരു സംഭവം. നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച എണ്ണയാണ് കേട്ടോ, അതിൻ്റെ ബാക്കിയാണ്. കുറച്ച് ബട്ടർ. കുറേ നേരമായി ഇവിടെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാ. ഞാൻ ഇത്രയും ഇതായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. എനിക്കൊന്ന് ഞാൻ ചെയ്തതിൽ ഏറ്റവും ബിഗ് കുക്കിംഗ് ഇതാ. അതൊന്നും ഇയാളാക്കി പിടിക്കാൻ. പതയൊക്കെ വരുന്നുണ്ടല്ലോ. ടേസ്റ്റ് ചെയ്ത് വെച്ചാൽ വേണ്ട, ചൂടുണ്ട്. എന്തിനാ അത് തീർക്കല്ലേ? അത് അത്ര ഉള്ളു. അത് വഴി എടുത്തോണ്ട് പോവാ. ഇനി കുറച്ച് മൈദ ഇത് ഇടുവാണോ? അതെ, അത്ര മതി. ഒത്തിരി വേണ്ട, ടേസ്റ്റ് കൂടും. ഇതിനെ അങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് കൊണ്ടെടുക്കാം. ഇനി ഇതിനകത്തോട്ട് 1 കപ്പ് പാല് കേട്ടോ.
കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ ഒരു അരക്കപ്പ് വെള്ളം കൂടെ വേണം കേട്ടോ. ഇത് കാണുമ്പോൾ ഇപ്പം എന്തോ മാതിരി ഇല്ലേ? എനിക്കും തോന്നുന്നു എന്തോ മാതിരി. ഇതുവരെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. വെള്ളം കുറച്ച് വെള്ളം മതി മതി മതി. നമുക്ക് ചീസ് ആഡ് ചെയ്യാം. ചീസ് ഒരു 3 പീസ് മതി കേട്ടോ. ചീസ് ഏത് ചീസ് വേണമെങ്കിലും ഇടാം. പക്ഷേ മഞ്ഞ കളറിലുണ്ട്, വെള്ള കളറിലുണ്ട്. ആണല്ലോ. ഇനി അങ്ങോട്ട് ഇളക്കാം. ഇളക്കി 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 ഇനി ഇത് കുറുകിയിരുന്ന് സെറ്റായിക്കോളും. ഇനി തൊട്ട് കുറച്ച് മുളക് പൊടി ഒഴിക്കാനോ, ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കുരുമുളക് പൊടി വേണ്ട വേണ്ട, ഇത് ഇത്ര മതി. കുറച്ച് ഉപ്പ് മതി. കഴിഞ്ഞ പരിപാടി. ഇനി ഇളക്കണ്ട്. ഇനി ഇളക്കണം. അത് കുഴപ്പമില്ല, അത് ദൈവത്തിനോട്. ഇനി അങ്ങോട്ട് ഇളക്കി 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 നിന്ന് കുറുകി സെറ്റായിട്ട് വരണം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്താൽ മാത്രം മതി. എത്ര നേരം എടുത്തില്ലേ? ലോട്ട് ഓഫ് ടൈം. ഫസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഈ ബൗളിനകത്ത് സെറ്റ് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് കുറച്ചും കൂടെ മുളക് പൊടി, എല്ലാത്തിനും കുറച്ച് ഉപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ലേശം മതി ഉപ്പ്. ചെറുനാരങ്ങ ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഒരു കുനുകുന അരിഞ്ഞ ഉള്ളിയും തക്കാളി. ഇനി വറുത്ത് കോരി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടോ. ഇനി നന്നായിട്ട് കൂടെ മിക്സ് ചെയ്യാം. വേണ്ട, ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ക്രീം. ഈ ക്രീം അങ്ങോട്ട് ഒഴിക്കാം. അങ്ങോട്ട് നീക്കിയിടാം. ഇനി മിക്സ് ചെയ്യാം അങ്ങോട്ട്. ഓക്കെ ഗൈസ്, ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് തന്നപ്പോഴത്തേന് ഇനി ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത്ര ഐറ്റം ഉണ്ടല്ലേ. ഇതൊരു ചലഞ്ചിനുള്ള സാധനമുണ്ട്. കുറേ ഉണ്ടായി. നമ്മൾ കുറച്ച് മയവും കൂടെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഓക്കെ, തിക്ക് ഇതും കൂടി ഇട്ടും കൂടി സെറ്റ് ചെയ്യാം. മറ്റേ ഇങ്ങനെ ഒഴിക്കണ സാധനം ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു. നമ്മുടെ അതില്ല. ജസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ ചീസ് ആഡ് ചെയ്തിട്ട് ഒന്ന് ഓവന് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്ര സമയമായല്ലോ, ഒത്തിരി ടൈം എടുത്തു. അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും ചീസ് തന്നെ എനിക്കൊന്ന് ഒത്തിരി ചീസ് ഇട്ടായിരുന്നു. ഇനി കുറച്ച് കെച്ചപ്പ്. കഴിഞ്ഞ് കുറച്ച് വലിയ അടിപൊളിയല്ലേ? ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ ലോഡഡ് ഫ്രൈസ് ഒക്കെ ഇതേണ്ട ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. കുറേ സമയം എടുത്തു കേട്ടോ. കുറച്ചധികം സമയം എടുത്തു കുക്ക് ചെയ്ത് വരാനായിട്ട്. ടൈം അല്ലേ ഉണ്ടാക്കുന്നത്. ഇനി ഉണ്ടാക്കുമ്പോഴത്തേന് നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ഒന്ന് 11 മണിയായിട്ടായിരുന്നു. അതെ ഗൈസ്, അപ്പോൾ കഴിക്കാ ടേസ്റ്റ് ചെയ്യൂ. കാണാനൊക്കെ കിടില ലുക്കില്ലേ? സൂപ്പർ ലുക്ക്. പക്ഷേ ഇനി കഴിച്ചു നോക്കണം. അതെ അതെ, റിസൾട്ട് പറയാം. കൊള്ളത്തിലെന്ന് തന്നെ പറയാം. അങ്ങനെ തന്നെ പറയാം. നല്ലതാണ് നല്ലത്. ആ ചിക്കനും കൂടെ അങ്ങോട്ട് എടുത്ത് കഴിക്കേ. അത് സത്യത്തിൽ ഇങ്ങനെ അല്ലത്, ഇങ്ങനെ കുത്തി ഇങ്ങനെ എടുക്കണം. അത് മൊത്തം അങ്ങനെ തന്നെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കാം. അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങനെ കഴിക്കണം. സീരിയസ് ആയിട്ട് പറയാ. എന്നെ ഇതാക്കൊന്നും പറയണ്ട. സീരിയസ് ആയിട്ട് കൊള്ളാമോ? കൊള്ളാം, നല്ല സാധനം. ടേസ്റ്റ് ഉണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതല്ല. എല്ലാം ട്രൈ ചെയ്ത് നോക്കട്ടോ. മിക്സ് ചെയ്തിട്ട് എടുക്കാം. നോക്കാം. അടിപൊളി. ഞാൻ ഇത്രയും വലിയ ഷെഫായിരുന്നു. ഒന്നും പറയാനില്ല, സൂപ്പർ. അടിപൊളി. ഞാൻ കഴിച്ചപ്പോൾ എന്തായാലും സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. കിട്ടുള്ള സാധനം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അച്ഛനെ? അടിപൊളി. അപ്പോൾ എന്തായാലും അത്രേ ഉള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടാണെന്ന് പറയും. ബൈ.